ഇന്ന് നമ്മൾ പലരും മറന്നുപോകുന്നതും നമുക്ക് വിരളമായി ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? അതാണ് അപ്രിസിയേഷൻ, അല്ലെങ്കിൽ അഭിനന്ദനം, പ്രശംസ എന്നൊക്കെ പറയാം. ഈ അപ്രിസിയേഷന് ഒരാളുടെ ജീവൻ നിലനിർത്തുവാനും അറ്റ് ദ സെയിം ടൈം അത് വേണ്ട സമയത്ത് ലഭിച്ചില്ലെങ്കിൽ ജീവൻ അപകടത്തിലാക്കാനുമുള്ള കഴിവുണ്ട്. അതെ, അപ്രിസിയേഷൻ ശക്തമായ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. Appreciation comes in many forms. Husband and wife, teacher and student, colleagues, friends, relatives. ഫോർ എക്സാമ്പിൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരു മ്യൂച്വൽ അപ്രിസിയേഷൻ വളരെ നല്ലതാണ്. വൈഫ് കഷ്ടപ്പെട്ട് ഹസ്ബൻഡ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശംസയൊക്കെ ആകാം. അതുപോലെ തിരിച്ചും. അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ചില അധ്യാപകർ കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിൽ മസിൽ പിടിക്കുന്നത്, പേരൻസ് ടീച്ചേഴ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്, കുട്ടികൾക്ക് എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടായാലും ചില നെഗറ്റീവ് ഫാക്ട്സ് കണ്ടെത്തി കുറ്റപ്പെടുത്തുന്നത് കാണാറുണ്ട്. അതുപോലെ സ്വന്തം പാരന്റ്സിൽ നിന്നുള്ള അപ്രിസിയേഷൻ ചില കുട്ടികൾക്ക് വളരെ വിരളമായിട്ടാണ് ലഭിക്കുന്നത്. ചില മേലധികാരികൾ കൊളീഗ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വളരെ മടി കാണിക്കാറുണ്ട്. പിന്നെ ഏറ്റവും രസകരമായ കാര്യം, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ്. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്, അല്ലേ? എന്തിലേറെ പറയുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ പിറപ്പുകളും ബന്ധുക്കൾ പോലും ഇക്കാര്യത്തിൽ വളരെ മടിയുള്ളവരായി കാണപ്പെടുന്നു. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ പ്രശംസിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? ചിലരുടെ മനസ്സിലെ ഈഗോ, ചിലർ കരുതുന്നത് ഞാനിനി അപ്രിഷിയേറ്റ് ചെയ്താൽ അവരുടെ ശത്രുക്കൾ എന്നെയും ശത്രുവായി പ്രഖ്യാപിക്കുമോ എന്നാണ്. എന്നാൽ ചിലർ ചിന്തിക്കുന്നത് അവർ ഇനി കൂടുതൽ അഹങ്കാരിയായി മാറിയാലോ എന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് യു വിഷ് ടു അപ്രിഷിയേറ്റ് സംവൺ, ഡു ഇറ്റ് ഓൺ ടൈം. അല്ലാതെ കുറേ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അന്ന് നീ ചെയ്തില്ലേ, അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? റിമെമ്പർ, അപ്രിസിയേഷൻ ഈസ് എ കൈൻഡ് ഓഫ് പോസിറ്റീവ് എനർജി. അത് നമ്മൾ മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നതിലൂടെ നമ്മളിലും അത് ഫില്ലാകുന്നു. ദിസ് ഈസ് എ റിയൽ ട്രൂത്ത്. ഇറ്റ് ഹാസ് ബീൻ സയന്റിഫിക്കലി പ്രൂവൺ. ചില ചെറിയ വാക്കുകൾ, ഗുഡ്, സൂപ്പർ, വെൽ ഡൺ, കൺഗ്രാറ്റ്സ്, ഐ എം പ്രൗഡ് ഓഫ് യു, നന്നായിട്ടുണ്ട്, ഇത്തരം വാക്കുകൾ നമ്മൾ പറയുമ്പോൾ ഒന്നും നമുക്ക് നഷ്ടമാകാൻ പോകുന്നില്ല. മറിച്ച് നമ്മൾ മറ്റൊരാളുടെ മനസ്സ് സ്ഥാനം പിടിക്കുകയും നമ്മൾ മനസ്സുകൊണ്ട് വളരുകയുമാണ് ചെയ്യുന്നത്. അപ്രിസിയേഷൻ ഈസ് എ സിമ്പിൾ ജസ്റ്റർ, ബട്ട് അതിന്റെ ഇമ്പാക്ട് വളരെ ഹ്യൂജ് ആണ്. അത് മറ്റൊരാൾക്ക് പകർന്നു നൽകുന്നത് വലിയൊരു മെന്റൽ സപ്പോർട്ടാണ്. ചിലപ്പോൾ അത് ചിലർക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കച്ചിത്തുരുമ്പുമാകാം. അപ്പോൾ ഇനിയും മടിച്ചു നിൽക്കണോ? എല്ലാവരുടെ ജീവിതത്തിലും ഒത്തിരി അപ്രിസിയേഷൻ വന്നു ചേരാനും അതുപോലെ അത് പകർന്നു നൽകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കിലൂടെയും കമന്റിലൂടെയും നിങ്ങളുടെ അപ്രിസിയേഷനും അറിയിക്കാൻ മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഓക്കെ, ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. Thank you for watching.